ശബാബക ഖബ്ല ഹറമിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യമായി പറഞ്ഞു കൊടുക്കുന്നത് ശബാബക ഖബ്ല ഹറമിക, നിനക്ക് വാർദ്ധക്യം വരുന്നതിന്റെ മുമ്പ് നല്ല ചോരത്തളപ്പിന്റെ യുവത്വകാലമില്ലേ, അതിനെയൊന്നു നീ ബഹുമാനിക്കണേ, ആദരിക്കണേ, യുവത്വത്തോടുള്ള കടമ നീ വീട്ടണേ. എല്ലാ യുവാക്കളോടും യുവതികളോടും മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച എന്തൊരു നല്ല ഉപദേശമാണ്. ഇന്നത്തെ ആധുനിക തലമുറകളെ എടുത്തു നോക്കിയാൽ കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും അടിമപ്പെട്ടു ജീവിക്കുന്ന കലാലയങ്ങളും ഓരോ നാടുകളിൽ ആഭാസമായി ജീവിതത്തെ കൊണ്ടു നടക്കുന്ന യുവതികളും യുവാക്കന്മാരും ഇന്ന് ലോകത്ത് വലിയ രണ്ട് രാജ്യങ്ങൾ തമ്മിലടിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ്. ലോകത്ത് ദൊഡ്ഡണ്ണ എന്ന പേരിൽ അറിയപ്പെടുന്ന അമേരിക്ക വെനസ്വേലയുടെ അധ്യക്ഷനെ അവിടെ നിന്ന് കിഡ്നാപ്പ് ചെയ്യുകയാണ്. വെനസ്വേലയുടെ ഭരണാധികാരിയെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് അമേരിക്കയിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയാണ്. മറ്റൊരു രാജ്യത്തിന്റെ പരമാധികാര രാജ്യത്തിന്റെ തലവനെ എന്തുകൊണ്ട് അമേരിക്ക പിടിച്ചുകൊണ്ടുപോയി? അമേരിക്ക അതിന് വ്യക്തത നൽകുന്നു. നിക്കോളസ് മഡുറോ എന്ന് പറയുന്ന അധ്യക്ഷൻ ഭരണം നടത്തുന്ന ആ വെനസ്വേലയിൽ നിന്നാണ് അമേരിക്കയിലേക്ക് ഏറ്റവും കൂടുതൽ മയക്കുമരുന്നുകൾ സപ്ലൈ ചെയ്യുന്നതെന്ന് പറയുമ്പോ ഇന്ന് ലോകം പേടിക്കപ്പെടുന്ന വലിയ പ്രയാസമുള്ള പ്രശ്നമാണല്ലോ മയക്കുമരുന്ന് എന്നുള്ളത്. കോളേജ് ക്യാമ്പസുകളിൽ നിന്ന് മാത്രമല്ല, ഇന്ന് ഗ്രാമങ്ങളിലേക്കും മയക്കുമരുന്നുകൾ കടന്നു വന്നിട്ടുണ്ട്. എന്റെ മുമ്പിലുള്ള ബാപ്പ ഉമ്മമാരൊന്ന് ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി അമേരിക്ക എന്ന് പറയുന്ന വലിയ രാജ്യം എന്തുകൊണ്ട് മയക്കുമരുന്നിനെ പേടിക്കുന്നു? അമേരിക്കയിലെ ഒരു തെരുവുണ്ട്, ഒരു ടൗണുണ്ട്, കെൻസിംഗ്ടൺ, ഫിലഡൽഫിയ എന്ന് പറയുന്ന ഒരു വലിയ പട്ടണമുണ്ട്. ആ പട്ടണത്തിൽ ഇന്ന് ജീവിക്കുന്ന മുഴുവൻ വാസികളും അവർ കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമപ്പെടുന്ന ആളുകളാണ്. 1999 മുതൽ 2019 വരെ ആ ടൗണിൽ ചത്തുവീണത് കേവലം മയക്കുമരുന്ന് ഡ്രഗ്സ് ഉപയോഗിച്ചു മരണപ്പെട്ടത് 8,41,000 ആളുകളാണ്. ഓരോ ദിവസവും ഇന്നും ഇന്നലകളിലുമായി ഓരോ ദിവസം ശരാശരി ആ ടൗണില് 150 മുതൽ 200ഓളം ശരീരങ്ങൾ ചത്തു വീഴുകയാണ്. ആ നാട്ടിലുള്ള മുഴുവൻ ആളുകളും മയക്കുമരുന്നിന്റെ അടിമകളാണ്. അതിന്റെ ബാക്കിൽ ഒരു ഹിസ്റ്ററി ഉണ്ട്, അത് ഞാൻ പറയാൻ കടന്നു പോകുന്നില്ല. മയക്കുമരുന്ന് എന്ന് പറയുന്ന ആ വലിയ പ്രതിസന്ധി ഉണ്ടല്ലോ, ഞങ്ങളെ മക്കളെയോ കുടുംബങ്ങളെയോ വാപ്പയെയോ ഉമ്മയെയോ കൊല്ലാൻ ഒരുങ്ങി വരുന്നത് കടാര പിടിച്ചുകൊണ്ടല്ല, കത്തികളെയോ പരിചകളെയോ പിടിച്ചുകൊണ്ടല്ല, ഞങ്ങളറിയാതെ ഞങ്ങളിലേക്ക് കടന്നു വരുന്ന സിരിഞ്ചുകളുണ്ട്, മയക്കുമരുന്നുകളുണ്ട്, മെഡിസിനുകളുണ്ട്, ശരീരത്തിന്റെ ഭാഗങ്ങളിലേക്ക് കുത്തിവെക്കുന്ന പല മാരകമായ വൈറസുകളാകുന്ന ഡ്രഗ്സുകളുണ്ട്. ഞങ്ങളെ മക്കളെ അവിടുത്തെ ബ്രെയിനിനെ മാറ്റിയെടുക്കുന്നു, ശരീരത്തിന്റെ ചിന്തകളെ മാറ്റിയെടുക്കുന്നു. The most zombie danger city of America. ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ, യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ കെൻസിംഗ്ടൺ, ഫിലഡൽഫിയ എന്ന് പറയുന്ന ആ വലിയ ടൗണിനെ കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നതായി കാണാം. അമേരിക്ക എന്ന ഏറ്റവും വലിയ രാജ്യം ഇന്ന് മയക്കുമരുന്നിനെ പേടിക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾ പേടിക്കേണ്ടതുണ്ട്. കേവലം അതൊരു മനുഷ്യനെ മാത്രം കൊല്ലുന്നതല്ല, നൂറുകണക്കിന് ഉമ്മമാരുടെ ഉറക്കിനെയാണ് ഇല്ലാതെയാക്കുന്നത്, പാപ്പമാരുടെ പ്രൗഢിയെയാണ് തകർത്തു കളയുന്നത്. എത്രയോ കുടുംബത്തിൽ
കുടുംബത്തിന്റെ അഭിമാനത്തിനെയാണ് തകർത്തുകളയുന്നത്. 2 ആഴ്ചകൾക്ക് മുമ്പ് കോഴിക്കോട് ബീച്ചിൽ വെച്ച് നടന്ന സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. ഒരു വീട്ടിൽ നിന്ന് വാപ്പയോടും ഉമ്മയോടും ചോദിച്ച് വീട്ടിൽ നിന്ന് 19കാരിയായ ഒരു യുവതിയായ പെണ്ണ് വീട്ടിൽ നിന്നിറങ്ങി വരുന്നു. കോഴിക്കോട് ബീച്ചിൽ ഇങ്ങനെ ഇരിക്കുമ്പോ കുറച്ച് യുവാക്കൾ വന്ന് പരിചയപ്പെടുകയാണ്. പെൺകുട്ടിയെയും കൂട്ടിക്കൊണ്ട് ലോഡ്ജ് മുറിയിലേക്ക് പോകുന്നു. 4 or 5 ആളുകൾ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തുകൊണ്ട് ആ പെൺകുട്ടി അവിടെ ഉപേക്ഷിച്ചു പോകുന്നു. ഇതൊരു സംഭവം മാത്രമല്ല, ഓരോ ദിവസം മയക്കുമരുന്നിന്റെ പേരിൽ എത്ര പ്രശ്നങ്ങളാണ് നമ്മുടെ പരിസരങ്ങളിൽ ഞങ്ങൾ കേൾക്കുന്നത്. തെറ്റിപ്പോകുന്ന യുവാക്കളെ, ചെറിയ ഒരു പുളിപ്പൂ എന്ന പേരിൽ ആ ചുണ്ടിന്റെ അടിയിൽ വെച്ച് തുടങ്ങുന്ന യുവാക്കളെ, നിങ്ങൾ ചെന്നെത്തുന്നത് വലിയ പ്രയാസത്തിലേക്കാണ്, വലിയ അപകടത്തിലേക്കാണ്. നിങ്ങൾ അടുത്തേക്ക് അത്തരത്തിലുള്ള കൂട്ടുകാർ വരുമ്പോ നീ ഒന്ന് ടെസ്റ്റ് ചെയ്തു നോക്കൂ എന്ന് നിങ്ങളോട് പറയുമ്പോ പെട്ടുപോകല്ലേ. ഇത് കേവലം ഇന്ന് യുവാക്കൾ മാത്രമല്ല മയക്കുമരുന്നിന് അടിമപ്പെടുന്നത്. 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും വരുന്ന ചെറിയ പിഞ്ചുമക്കൾ പോലും ഡ്രഗ്സിന് അഡിക്റ്റ് ആകുന്നു എന്ന വാർത്തകൾ ഒരാഴ്ച മുമ്പ് കാസർഗോഡ് ജില്ലയിലെ ഒരു സ്കൂളിൽ വെച്ചു ഹൈസ്കൂളിൽ പഠിക്കുന്ന ചില വിദ്യാർത്ഥികൾ എല്ലാ ദിവസവും ഇങ്ങനെ തൂങ്ങി ഉറങ്ങുമ്പോ അവിടെ നിന്ന് ടീച്ചർമാർക്ക് എന്തോ ഒരു പന്തുകേട് തോന്നുന്നു. അവരെ നിരീക്ഷിക്കുന്നു. അവരെ ബാഗുകൾ പിടിച്ച് ചെക്ക് ചെയ്യുമ്പോ ആ വിദ്യാർത്ഥികളുടെ ബാഗുകളിൽ ഒരു ചോക്ലേറ്റ് കാണുകയാണ്. ആ ചോക്ലേറ്റിന്റെ പേരിൽ സംശയം വന്നപ്പോ വിദഗ്ധരായ ലാബിൽ പരിശോധിക്കുന്ന കോഴിക്കോടിലേക്ക് ലാബിലേക്ക് പറഞ്ഞയച്ചു. അതിന്റെ ടെസ്റ്റിന്റെ റിപ്പോർട്ട് വന്നപ്പോ അത് മയക്കുമരുന്നായിരുന്നു. ഹൈസ്കൂളുകളിൽ പഠിക്കുന്ന പിഞ്ചു മക്കൾ പോലും ഇന്ന് ഡ്രഗ്സിന് അഡിക്റ്റ് ആകുന്ന കാലമാണ്. അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, വാപ്പമാരെ, ഉന്നതമായ കലാലയങ്ങളിൽ എന്റെ മകനോ എന്റെ മകളോ പഠിക്കണമെന്ന പേരിൽ ബാംഗ്ലൂരിലേക്ക് അയക്കുന്ന ബാപ്പമാരുണ്ട്. ബാംഗ്ലൂരിലേക്കും മംഗലാപുരത്തേക്കും ഹുബ്ബള്ളിയിലേക്കും കോഴിക്കോടിലേക്കും വലിയ അറിയപ്പെട്ട സിറ്റികളിലേക്ക് നിങ്ങളെ മക്കളെ പറഞ്ഞയക്കുമ്പോ ആ ക്യാമ്പസുകളിൽ കൂടെയുള്ളതാരാണെന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ? എന്റെ മകൻ ആരൊക്കെ കൂടുന്നുണ്ടോ എന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ? മക്കളെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കണേ. മക്കളെ കുറിച്ചൊന്നു നിങ്ങൾ ഫീഡ്ബാക്ക് നടത്തണേ. ഇല്ലെങ്കിൽ ചെന്നെത്തുന്നത് വലിയ പ്രയാസത്തിലാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന യുവാക്കളെ, യുവതികളെ, അല്ലാഹു തന്ന സുന്ദരമായ ആയുസ്, അല്ലാഹു തന്ന സുന്ദരമായ ആഫിയത്തുള്ള ആരോഗ്യ സമയം നിങ്ങൾ ഒരിക്കലും അതിനെ വ്യർത്ഥമാക്കിക്കൂടാ, വേസ്റ്റ് ചെയ്തുകൂടാ. പഠിപ്പിച്ചു തരുന്നത് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. വസ്വഹതക ഖബ്ല സകമിക, നിനക്ക് നല്ല ആരോഗ്യമുണ്ടാകുന്ന സമയം, നല്ല രക്തത്തിന്റെ പസരിപ്പുണ്ടാകുന്ന, മസിൽ പവർ ഉണ്ടാകുന്ന നല്ല ആരോഗ്യ സമയം. ആ ആരോഗ്യ സമയത്തെ നീയൊന്നു ഗൗനിക്കണേ. അല്ലാഹ് നിനക്ക് ആരോഗ്യം തന്നു എന്ന പേരില്, നിനക്ക് അല്ലാഹ് നല്ല മസിൽ പവർ തന്നു എന്നതിന്റെ പേരില്, നല്ല രക്തത്തിളപ്പുണ്ട് എന്നതിന്റെ പേരില് ഒരാളെയും നീ ബുദ്ധിമുട്ടിച്ചുകൂടാ, ഒരാളെയും നീ ആക്രമിച്ചുകൂടാ, ഒരാളെയും ചീത്ത പറഞ്ഞുകൂടാ. ഒരു മനുഷ്യനെ അല്ലാഹ്ക്ക് പരീക്ഷിക്കാൻ മണിക്കൂറുകളുടെ ആവശ്യമില്ല, അല്ലാഹ്ക്ക് പരീക്ഷിക്കാൻ മിനിറ്റുകളുടെ ആവശ്യമില്ല. അല്ലാഹുവിന് ഒരാളെ രോഗം തന്നു
അതെന്ന് പരീക്ഷിക്കാൻ സെക്കൻഡുകളുടെ ആവശ്യമില്ല. എന്ന വാചകം ഖുർആൻ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഉദ്ദേശിക്കലോടുകൂടെ ഞങ്ങളെ ശരീരത്തിലേക്ക് രോഗമിടാൻ, ആരോഗ്യമിട്ടു തരാൻ, ആഫിയത്തിട്ടു തരാൻ അധികാരമുള്ള കഴിവുള്ള രാജാധികാരനല്ല പടച്ച തമ്പുരാൻ. റബ്ബ് തന്ന ആരോഗ്യ സമയം നിങ്ങൾ വെറുതെ വേസ്റ്റ് ചെയ്തു കൂടാ. ആരോഗ്യ സമയത്തെ ബഹുമാനിക്കാൻ, ആരോഗ്യ സമയത്തെ കുറിച്ച് ചിന്തിക്കാൻ. എന്തിനാണ് അല്ലാഹ് ആരോഗ്യം തന്നത്? എന്തിനാണ് അല്ലാഹ് ആഫിയത്ത് തന്നത്? നിസ്കരിക്കാൻ വേണ്ടിയാണ്, ഇബാദത്തുകൾ ചെയ്യാൻ വേണ്ടിയാണ്. നമ്മുടെ പള്ളിയുടെ മുറ്റങ്ങളിൽ സ്വലാത്തുകൾ ആഴ്ചകളിൽ നടക്കുമ്പോ, മാസങ്ങളിൽ സ്വലാത്ത് മജ്ലിസുകൾ നടക്കുമ്പോ, റാത്തീബിന്റെ മജ്ലിസുകൾ നമ്മുടെ പള്ളി മുറ്റത്ത് നടക്കുമ്പോ വരാൻ മനസ്സു കാണിക്കാത്ത യുവാക്കള് മണിക്കൂറുകളോളം ഏതെങ്കിലും ടൗണിൽ ഇരുന്നു കൊണ്ട്, ഏതെങ്കിലും കടയുടെ മുറ്റത്തിരുന്നു കൊണ്ട്, ഏതെങ്കിലും സാധുവിനെ കുറിച്ച് പറയാൻ, ഏതെങ്കിലും ഒരു പാവപ്പെട്ട മനുഷ്യനെ കുറിച്ച് സമയം വ്യർത്ഥമാക്കുന്നുണ്ടെങ്കിൽ നിനക്കല്ല ആരോഗ്യം തന്നത് അതിനല്ല, ആഫിയത്ത് തന്നത് അതിനല്ല. പള്ളി എന്ന് പറയുന്നത് അസാലത്തം ബിസ്സലാഹ്, അടിസ്ഥാനപരമായി പള്ളി നിർമ്മിക്കുന്നത് നിസ്കരിക്കാൻ വേണ്ടിയാണല്ലോ. ആ പള്ളികളിൽ നല്ലത് കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു തടസ്സവുമില്ല. ഇമാമികൾ വിത്തബായ അവിടെ നടക്കുന്ന ദിക്ർ മജ്ലിസുകളും സ്വലാത്ത് മജ്ലിസുകളും റാത്തീബിന്റെ മജ്ലിസുകളിലെല്ലാം അതെല്ലാം മുഅ്മിനീങ്ങളാകുന്ന യുവാക്കളെ, നിങ്ങളാണ് മുൻപന്തിയിൽ ഇരിക്കേണ്ടത്, നിങ്ങളാണ് അതിന് നേതൃത്വം നൽകേണ്ടത്, സഹായിക്കേണ്ടത് നിങ്ങളാണ്. കാരണം അല്ലാഹ് തന്ന നല്ല ആഫിയത്തുള്ള ആരോഗ്യമുള്ള ആരോഗ്യ സമയം അത് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ്. മൂന്നാമത്തെ കാര്യം മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുന്നു, നിങ്ങൾക്ക് ദാരിദ്ര്യം വന്നു ചേരുന്നതിന്റെ മുമ്പ് നിങ്ങളുടെ സമ്പത്ത് കൊണ്ട് നിങ്ങൾ പാവങ്ങളെ സഹായിക്കണേ. സമ്പത്ത് എന്ന് പറയുമ്പോ അത് ഞങ്ങളെ സ്വന്തമായി ഞങ്ങളെ സമ്പത്തെന്നൊരാളും കരുതിക്കൂടാ. രാജാധികാരനായ ജഗനിയന്താവായ തമ്പുരാൻ അല്ലാഹ് തന്ന സമ്പത്ത് കയ്യിൽ വെച്ച് അഹങ്കരിച്ചുകൂടാ. പാവപ്പെട്ട ഒരു മനുഷ്യൻ നിങ്ങളിലേക്ക് കടന്നു വരുമ്പോ മകളുടെ കല്യാണത്തിന് വേണ്ടുന്ന കുറച്ച് സഹായിക്കണമെന്ന് പറയുമ്പോ പ്രയാസത്തിലാണ്, ആരോഗ്യത്തിൽ പ്രയാസമുണ്ട്, ചികിത്സിക്കാൻ പണം വേണമെന്ന് പറഞ്ഞു പണക്കാരന്റെ അടുത്തേക്ക് പാവപ്പെട്ടവൻ കടന്നു വരുമ്പോ ആട്ടിയോടിക്കല്ലേ, പണം തന്നു നിന്നെ സമ്പന്നമാക്കാൻ രാജാധികാരനായ തമ്പുരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിറ്റുകളെ കൊണ്ട് സെക്കൻഡുകളെ കൊണ്ട് നിന്നെ ദാരിദ്ര്യത്തിലേക്ക് വലിച്ചെത്തിക്കാൻ അല്ലാഹുവിന് സാധിക്കുന്നതാണ്. ഈ ലോകത്ത് ഒരുപാട് പണക്കാര ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. എത്രയോ ചരിത്രങ്ങൾ അയിമ്മത്ത് അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ആ ഭാഗത്തേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. നിങ്ങളെ സമ്പത്ത് കൊണ്ട് നിങ്ങൾ അഹങ്കരിക്കാനുള്ളതല്ല. സമ്പത്ത് ഒരാൾക്ക് അല്ലാഹ് നൽകുമ്പോ സക്കാത്തിന്റെ മുതലിന്റെ കാര്യം പറയുമ്പോ ഓരോന്നിലും സക്കാത്തിന് കൃത്യമായ അളവുകൾ പറയുന്നുണ്ട്. ആ അളവുകൾ എത്തുമ്പോ അതിന്റെ 2.5% സ്വതക കൊടുക്കണം, സക്കാത്ത് കൊടുക്കണമെന്ന് ഇസ്ലാം പറയുമ്പോ അതിന് മനസ്സ് കാണിക്കാത്ത മനുഷ്യ സക്കാത്തിന്റെ പണം കയ്യിൽ വെച്ച് നീ സക്കാത്ത് കൊടുക്കാതിരുന്നാൽ 2.5% മുതല് അതിന്റെ ഉടമസ്ഥൻ നീയല്ല. നാട്ടിലെ പാവ
പാവപ്പെട്ടവന്റെ അവകാശമാണ്. അന്യവന്റെ മുതൽ കൈപിടിച്ചു ജീവിക്കുന്ന പണക്കാരാ, പണത്തെ കുറിച്ച് നാളെ ആഖിറമാകുന്ന ലോകത്ത് എല്ലാത്തിനെക്കുറിച്ചും ചോദ്യം ചോദിക്കുന്ന സമയത്ത് അന്യവന്റെ മുതൽ കൈപിടിച്ച മനുഷ്യ നിന്റെ റബ്ബിന്റെ കോടതിയിൽ കൊണ്ടുവന്ന് വിചാരണ ചെയ്യുന്നു. ഈ പണം പാവപ്പെട്ടവന്റെ പണമാണല്ലോ, എന്തുകൊണ്ട് നീ തിരികെ കൊടുത്തില്ല? ആ പണക്കാരൻ പറയും, റബ്ബേ അതെന്റെ പണമാണ്, അത് ഞാൻ അധ്വാനിച്ച് സമ്പത്തുണ്ടാക്കിയ എന്റെ മുതലാണെന്ന് പറയുമ്പോ അല്ലാഹു പറയുന്നു, അല്ല അല്ല, നിനക്ക് തന്ന സമ്പത്തിന്റെ 2.5% അത് പാവങ്ങളുടെ മുതലായിരുന്നു. അതറിഞ്ഞും നീ വിതരണം ചെയ്തില്ലല്ലോ, അത് പാവങ്ങൾക്ക് നീ നൽകിയില്ലല്ലോ. പണത്തിന്റെ പേരിൽ പല രൂപത്തിലും അഹങ്കരിക്കുന്ന ആളുകളില്ലേ? ഈ അടുത്തൊരു പണ്ഡിതന്റെ പ്രഭാഷണം കേൾക്കാൻ കഴിഞ്ഞു. ഒരു